വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. ചെറുതായിട്ട് ഒന്ന് TDM ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒക്കെ പോയി ഇങ്ങനെ കളിക്കാനൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഞാനെന്നുള്ളത് മാമൻ ഗെയിമറുടെ വീട്ടിലാണ്. പിന്നെ നമ്മുടെ മുടിയൊക്കെ ഇതൊന്നല്ല, ഇതൊക്കെ ഡൈ ആണ്, ഇതൊക്കെ ഫുള്ള് ഡൈ ആണ്. നെഞ്ചത്ത് രോമങ്ങളൊക്കെ തൊപ്പിക്ക് 100 കാച്ചിങ്ങുള്ള സമയത്ത് തൊപ്പിയൊക്കെ എൻ്റെ ഒപ്പം കളിച്ചിരുന്നാണ്. തൊപ്പി തെറിയും പറയില്ല, ഇതേവര് കോപ്രായൊന്നും ഉണ്ടാകുന്നില്ല. മീൻസ് അവനത് അവന്റെ ശൈലിയാക്കി. 2 സർജറിയും കഴിഞ്ഞ് ഇവളിപ്പോ ഈ ഒരു ഇതിൽ നിന്നത്. ഇവളിങ്ങനെ നടന്നിരുന്ന ഇങ്ങനെയാണ് നടന്നിരുന്നത്. നടക്കൂലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. കാരണം നമ്മുടെ കുതിഞ്ഞരമ്പിനുള്ള സ്ക്രാച്ച് പറ്റും. ഈഗിള് ഗെയിമിങ്, അതായത് ബ്ലൈൻഡ് ജോക്കർ, സൈക്കോ, കാസ്ട്രോ, അവരൊക്കെ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈഗിൾ തന്നെ അതേ തൊപ്പി ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. പക്ഷെ അവൻ അന്ന് ആ സമയത്ത് സിറ്റുവേഷനിൽ സഹായിക്കാൻ പറ്റില്ല. കള്ളു കുടിച്ചിട്ട് അത്രയ്ക്കും അലമ്പനായിരുന്നു. കള്ളു കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അലമ്പ് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. 14 ദിവസം സബ് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇതോടെ ഇരിഞ്ഞാലോടെ സബ് ജയിലില് ഓടിച്ചിട്ടടിച്ച് അവന്മാര് നോക്കി ഓടാൻ പറയാ. പിന്നെ നമുക്ക് ധൈര്യം അവരെ നാട്ടിൽ ചെന്നിട്ടുണ്ട്. ട്രാവലിന് അക്കത്തിനെ കൊണ്ട് സബ് ജയിലിൽ കയറ്റി എന്നെ മാത്രം നടടിക്ക് ഇരുത്തി. നടടി കാലിനാണെന്ന് വെച്ച് ഇങ്ങനെ കാലൊക്കെ നിർത്തിട്ട് കല്ലടിയിരിക്കുന്ന മറ്റേ ലാത്തി വെച്ച് നിന്റെയൊക്കെ ഫസ്റ്റ് കേസ് അല്ലേ, കയറിക്കോ തള്ളള്ളാന്ന് പറഞ്ഞു. ഗെയിമിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഇതാണ് ഗെയിമിങ് പെർപ്പസ് വരുന്ന സാധനം. ഇതും ഐപാഡും പ്ലസ് ഇതുമാണ് നമ്മൾ പറയുന്നത്. ബാക്കിയൊക്കെ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടാണ്. നമസ്കാരം. ഞാനെന്നുള്ളത് മാമൻ ഗെയിമറുടെ വീട്ടിലാണ്. മാമൻ ഗെയിമറുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടും പിന്നെ അദ്ദേഹം ഗെയിം കളിക്കുന്ന റൂമും ഗെയിം കളിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമസ്കാരം. നമസ്കാരം. തിരക്കിലാണെന്നറിയാം. രാവിലെ കയറിയോ? ചെറുതായിട്ട് ഒന്ന് TDM ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഒക്കെ പോയി ഇങ്ങനെ കളിക്കാനൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ പുതിയ ഗെയിം കളിച്ചോണ്ടിരിക്കണേ? പുതിയ ഇപ്പൊ GTA പുതിയതല്ലത്, ഞാൻ പുതിയതായിട്ടാണ് മാത്രം. ഗെയിം പഴയതാണ്. ഞാൻ GTA ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ പഴയ ചാനൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലും ഇതിലൊക്കെ ആയിട്ട് സ്ട്രീം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ ചാനൽ അടിച്ചു ഇതായിപ്പോ ഹാക്കായി പോയായിരുന്നു. അത് ഹാക്ക് ആയതല്ല, എന്താണെന്ന് അറിയില്ല. ഒരു ദിവസം ഞാൻ ഓപ്പൺ ചെയ്തപ്പോ ടെർമിനേറ്റിൽ നിന്ന് എഴുതുന്ന പറഞ്ഞിട്ടാണ് ഈ മെയില് വന്നിരുന്നത്. പക്ഷെ ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തിരിച്ചിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഫാൾട്ട് ഉണ്ടാകുന്നില്ല. നമ്മളൊരു എന്താ പറയാ, ഒരു യൂട്യൂബിന്റെ ഇതിനനുസരിച്ച് നമ്മൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടാകുന്നില്ല. അപ്പൊ നമുക്കത് അപ്പീൽ കൊടുത്തപ്പോൾ കുറെ നാൾക്ക് ശേഷം സാധനം പിറ്റേ ദിവസം ഞാൻ തലേദിവസം രാത്രി ചെയ്ത് പിറ്റേ ദിവസം നോക്കുമ്പോൾ ചാനൽ ഓപ്പൺ ആയി കിടക്കും. ചാനൽ തിരിച്ചിട്ടി. അങ്ങനെ ഉണ്ടായത്. ഇനിയിപ്പോ കുറച്ചേരം നമുക്കിരുന്നാലോ? ഓക്കെ, ചെയ്യാലോ. ഇപ്പൊ മാമൻ ഗെയിമിങ്, മാമൻ എന്നുള്ളത് പിള്ളേര് വീട്ടിൽ വിളിക്കുന്ന പേരാണോ? ആ പേര് ഗെയിമിങ്ങിലേക്ക് മാറ്റിയതാണോ? എങ്ങനെ ആ ഒരു പേര് വന്നത്? അതായത് ഞാൻ മാമൻ ഗെയിമിംഗ് എന്ന് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞ. മിസ്റ്റർ സോൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞു ചാനലിന്റെ പേര് ഞാൻ ഇട്ടിരുന്നത്. അതങ്ങനെ നമ്മ സ്ട്രീം ജാമ്പ് വഴി ലൈവ്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, സോള് ഒരു കാര്യം ചെയ്യാൻ ഫേസ് ക്യാം ഇടാൻ പറഞ്ഞു. ഫേസ് ക്യാം 2 മൊബൈൽ ഉണ്ടെങ്കിൽ സ്ട്രീം ജാമ്പ് വഴി പറഞ്ഞാൽ മറ്റേ ഒരു ലിങ്ക് വഴി നമുക്ക് ഫേസ് ക്യാം ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഫേസ് ക്യാം ഇട്ട് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ എന്നെ കണ്ടു തുടങ്ങിയപ്പോൾ അങ്ങനെ മാമ അല്ലെങ്കിൽ അങ്കിള് പിന്നെ ഏജ് പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ മുടിയൊക്കെ ഇതൊന്നല്ല, ഇതൊക്കെ ഡൈ ആണ്, ഇതൊക്കെ ഫുള്ള് ഡൈ ആണ്. നെഞ്ചത്ത് രോമങ്ങളൊക്കെ നിറച്ചില്ല. അപ്പൊ നമ്മുടെ ഫേസ് ക്യാം എന്ന് പറയുമ്പോൾ ഭയങ്കര നിറയും വീശയെന്ന് നന്നായിട്ട് നിറച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്കിള് അല്ലെങ്കിൽ മാമ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെ മിസ്റ്റർ സോൾ ഗെയിമിംഗ് തന്നെയായിരുന്നു ആ ചാനലിന്റെ പേര്. കുറച്ചാൾ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു അങ്കിൾ മാമ എന്നാ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇൻ ഗെയിമിൽ എന്ത് ചെയ്ത് മാമൻ എന്നാക്കി. പിന്നെ ആ ഒരു പേര് നല്ല രീതിക്ക് തന്നെ എല്ലാവരുടെ അടുത്ത് എത്തി. എല്ലാരും മാമൻ തന്നെ വിളിക്കാൻ തുടങ്ങി. മിസ്റ്റർ സോൾ ഗെയിം എന്ന് പറഞ്ഞാൽ അറിയില്ല, ആരും അറിയില്ല. അങ്ങനെ ഒരു ദിവസം പ്രതാപ് ജി ടെക്കിന് അറിയോ? പ്രതാപ് ജി ടെക്ക് നമ്മുടെ ഈ മൊബൈലിന്റെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആള് പറഞ്ഞാ നിന്നെന്തായാലും ഇങ്ങനെ അപ്പൊ ചാനലിന്റെ പേര് നിനക്ക് എന്തുകൊണ്ട് മാമൻ ആയിക്കൂടാ? അങ്ങനെ മാമൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ചാനലാക്കി. മാമൻ ഗെയിമിംഗ് ആക്കിയപ്പോ കൂടുതൽ പേർക്ക് എത്തിയത്. അങ്ങനെ പിന്നെ ഗെയിമിലായാലും പുറത്ത് പോരത്തിൽ കാണുന്നതിലും മാമൻ തന്നെ വിളിക്കുക. നമ്മളറിയാം ഇങ്ങനെ ചാനലിലൂടെ അറിയപ്പെട്ട് ഇങ്ങനെ മാമാന്ന് വിളിക്കണേ. ഇത് പ്രായത്തിന്റെ ഒരു ഇതിലാണോ പിള്ളേര് കളിയാക്കി വിളിച്ചു തുടങ്ങിയാണോ? സത്യത്തില് കളിയാക്കിയാണോ അതോ പ്രായത്തിന്റെ ആണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ചിലപ്പോ കളിയാക്കി വിളിച്ചതായിരിക്കാം.
നമ്മ അങ്ങനെ ഏജിലും കളിക്കുന്നു എന്നുള്ളൊരു ഇത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പിള്ളേരാണ് കൂടുതലും ഗെയിം കളിച്ചോണ്ടിരിക്കണേ. അതെ, അങ്ങോട്ട് പ്രായമായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ദേ ഒരു അമ്മാവൻ വന്നിരിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പറച്ചിലൊക്കെ വരുമല്ലോ. അതായിരിക്കാം എനിക്ക് തോന്നുന്നു. മേ ബി എല്ലാരും കുറെ പേര് തന്നെ വന്നിട്ട് തനിക്ക് പണിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ തനിക്ക് എന്തിട്ടുള്ളൂ ഈ പ്രായത്തിൽ പിള്ളേരായിട്ടുണ്ട് കളി, ചിലരൊന്ന് തെറി പറയും. ഭയങ്കരമായിട്ട് ഹേർട്ടാവും. നമ്മളെ വീട്ടിലിരിക്കുന്നവർക്ക് അത് പറയും. നമ്മ പരമാവധി മാക്സിമം അങ്ങനെ ഹൈഡ് ചെയ്തൊക്കെ തന്നെ വിട്ടു. കാരണം ഈ ഒരു ഗെയിമിൽ എഴുതി വെച്ചാൽ എത്ര മാത്രമേ ഉള്ളൂ, 12 അല്ലെങ്കിൽ 15-16 വയസ്സ് മേലുള്ളവർക്ക് കളിക്കാൻ പാടുള്ളൂ. 18 വയസ്സിൽ കൂടുതലുള്ളവർക്കാണ് ഇത്ര 6 മണിക്കൂർ കളിക്കാൻ പറ്റുള്ളൂ BGMI-യുടെ. 12 ഈ ഇതിന് 16 വയസ്സ് കഴിഞ്ഞിട്ട് 3 പിന്നെ പാരന്റ്സ് ഇത് വേണം, ഇത് വേണം. എന്നിട്ട് അതില് നമ്മ 18 വയസ്സ് എബോവ് ഉള്ളവർക്ക് മാത്രം. ഈ വന്ന് പറയുന്നവര് ചിന്തിക്കില്ല, ഈ ഗെയിം എന്ന് പറയുന്ന സാധനത്തിന് ഏജ് കൊടുത്തേക്കണം, ഇത്ര ഏജ് കഴിഞ്ഞിട്ടേ കളിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇന്ന ഏജ് കഴിഞ്ഞാൽ കളിക്കാൻ പാടില്ലെന്ന് ഏതെങ്കിലും ഗെയിമിൽ എഴുതിച്ചിട്ടുണ്ട്? ഒന്നുമില്ല. പിന്നെന്താ വയസ്സായി ഒരു കളിച്ച എന്താ? എനിക്കിപ്പോ 38. ഈ മുടി കുറച്ച് മുടി പോയി, മുടി നരച്ചു. അത് എന്റെ ജോബ് ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യനാ. ഇന്റർനെറ്റ്, അതായത് നമ്മുടെ മുടിനാരിന്റെ കനുള്ള സാധനങ്ങൾ ജോയിൻ ചെയ്യണാണ്. ഫൈബർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്. ഇപ്പൊ ഫൈബർ അറിയാത്തൊരു കുറവാ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കാ. നമ്മ ഈ ഗെയിം കളിക്കുന്നുട്ടോ അല്ലെങ്കിൽ വേറെയുള്ള ജോബിൻ്റെതല്ല. നല്ല രീതിക്ക് ടെൻഷനും കാൽക്കുലേഷൻ കൃത്യമാണ്. നമുക്കിപ്പോ ഒരു മോളത്തിലേക്ക് എത്ര സിഗിളിൽ എത്തിക്കണം, അതൊക്കെ മാക്സിന്റെ കളികളാണ്. അത് എന്റെ സ്പ്ലിറ്റർ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഇതിലേക്ക് വണ്ടിയിലേക്ക് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ഒഴുകും. അതായത് അതേപോലെ ശരിക്കും എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ISL ഇല്ല, ISLന്റെ ഒക്കെ വർക്ക് നമ്മളാണ് ചെയ്തിരുന്നത്. ഫൈബർ കല്ലു സ്റ്റേഡിയം, ഇന്റർനെറ്റ്, എന്റെ പിന്നെ CCTV-യുടെ, പിന്നെ അവിടെ മീഡിയക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളാണ് നെറ്റ് കൊടുക്കുന്നത്. ദിവാന്റെ നെറ്റ് ചെയ്തിരുന്നത് ഞാൻ. അതിന്റെ ഡിസൈനിങ്ങും ഫുള്ള് ഞാനാണ്. ഒരു 3 വർഷത്താണ് ഞാൻ ഹോക്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് അവിടെ കടവന്ത്രയില് ഹോക്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് CCTV-യുടെ ഇതുണ്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ ഗെയിമിംഗ് അവിടെ വെച്ച് തന്നെ ഗെയിം കളി ഉണ്ടോ? അവിടെ നിന്നാണ് ഒരുത്തനാണ് ഈ ഗെയിമിലേക്ക് തന്നെ ശരിക്കും വരണത്, ജസ്റ്റ് വരുന്നത്. പക്ഷെ എനിക്ക് കൂടുതൽ ഇതുണ്ട്. എൻ്റെ 2016 എനിക്കൊരു ആക്സിഡന്റ് പറ്റിയതാണത്. ഇതണ്ട ഇങ്ങനെ ഇതിവിടെ എല്ല് കട്ടായി, ഇത് എല്ല് പൊടിഞ്ഞിരിക്കും. എനിക്ക് ഈ 2 പേരിലെ ഫുള്ള് മടങ്ങുള്ളൂ. വേദന ഉണ്ട് എപ്പോഴും? മടക്കാൻ പറ്റില്ല. കണ്ടിരിക്കണുണ്ട് അത് ഇവിടെ ഒരു വളവുണ്ടല്ലോ ഒടിഞ്ഞിരിക്കണത്. ഇത് കണ്ടിച്ചു. അപ്പൊ എനിക്ക് ഇത്ര വളവുള്ളൂ, ഇത് ഫുള്ളായിട്ട് ഒടിയില്ല. അത് വെച്ചിട്ട് നമ്മൾ കളിക്കണത്. ആ ആക്സിഡന്റ് 2016 എൻ്റെ മോള് ജനിച്ചിട്ട് പിറ്റേ ദിവസം ആക്സിഡന്റ് ആണ്. 2016 ഒക്ടോബർ 19 മോള് ജനിക്കുന്ന 20-ാം തീയതി ആക്സിഡന്റ്. അതിന് ശേഷമാണ് ഞാൻ BGMI-ലോട്ട് ശരിക്കും വരുന്നത്. BGMI എന്ന് പറഞ്ഞാൽ വേറൊരു ഗെയിമൊക്കെ ഉണ്ട്, പക്ഷെ BGMI എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ഒരു ഇത് വന്നതാണ്. നമുക്ക് ഗെയിം വീട്ടിലിരിക്കണം, പിന്നെ എന്തായാലും ഈ വിരലുകൾ അനക്കാനൊരു ഇത്. നമുക്ക് കളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വേദന നമ്മൾ മറക്കും. എന്ത് കാര്യമില്ല, നമ്മളിപ്പോൾ മനസ്സിന്റെ വേദന ആയാലും ശരി, ശാരീരിക വേദന നമ്മൾ മാക്സിമം ആ ഗെയിമിലോട്ട് വരുമ്പോൾ നമ്മൾ മറന്നു. ഗെയിം നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യം ചെയ്താലും, അത് ഗെയിം എന്നല്ല ഇപ്പം എന്തൊരു കാര്യം അല്ലേ. അപ്പം അങ്ങനെ ഒരു തുടങ്ങിയതാണിത്. അപ്പോഴൊന്നും ഫുള്ളായിട്ട് ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല കേട്ടോ. കുറച്ചിങ്ങനെ ഗെയിം കളിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ വന്ന് ഇവിടെ വന്ന ഒരു 3-3.5 വർഷം മുന്നേ ഇവിടെ നിന്ന് എനിക്ക് വൈഫ് ഈ ഐഫോൺ എടുത്തായിരുന്നു. അല്ല ഗെയിം കളിക്കുക എന്ന് പറഞ്ഞിട്ടല്ല, എന്നാലും നമ്മൾ പുറത്തേക്കൊന്നും പോക്കുറവ്. നമ്മൾ വെള്ളടിയൊക്കെ നല്ല അടിയുള്ള സമയമാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മ പുറത്തേക്കൊക്കെ കുറഞ്ഞു, വെള്ളടിയൊക്കെ കുറഞ്ഞു കളിക്കണേ. ഗെയിമിലേക്ക് ഇരിക്കുമ്പോ ഉള്ള സംബന്ധിച്ചിട്ട് ഭർത്താവ് വേറെ അലമ്പലൊന്നും പോകണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഏതൊരു ഭാര്യയ്ക്കും സന്തോഷം തരുന്ന കാര്യല്ലേ. തീർച്ചയായിട്ടും വെള്ളടിക്കുള്ള കൺമുനി തന്നെ ഉണ്ട്. അവള് വിളിക്കുമ്പോഴായാലും അവിടെ അടുത്തിന് അവിടെ കണ്ണെത്തും ദൂരത്തുണ്ട്, അവർക്കും ടെൻഷനില്ല. പാശ്ചാത്തി കള്ളു കുടിച്ചിട്ട് അത്രയ്ക്കും അലമ്പനായിരുന്നു. കള്ളു കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അലമ്പ് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. ഒരു 14 ദിവസം സബ് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇവിടെ ഇരിഞ്ഞാറോട സബ് ജയിലില്. അതൊക്കെ പറയണ ഒരു കഥയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൂട്ടുകാരന്റെ പെങ്ങളെ അവിടെ കെട്ടിച്ച സ്ഥലത്ത് അളിയന്റെ പൈസ മേടിച്ചിട്ട്, അളിയന്റെ വേറത്തെ പൈസ അവിടുത്തെ നാട്ടില് ആ പൈസ മേടിച്ചവൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരുന്നിട്ട് ലാസ്റ്റ് പെങ്ങളെ മറ്റേത് മറിച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മള് അതും വേട്ടക്കാരൻ റിലീസില്ല, നമ്മുടെ വിജയുടെ പടം വേട്ടക്കാരൻ റിലീസിന്റെ അന്ന് രാത്രി 9:00 പറയണേ, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം,
നമ്മുടെ പെങ്ങളുടെ അടുത്ത് ഇങ്ങനെ അവരെന്താ കണ്ടൊക്കെ ചെയ്യുന്നിട്ട് അവരുടെ നാട്ടിൽ അവർ വിളിക്കുന്ന വെല്ലുവിളിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് തോന്നുന്നു എനിക്ക് അവിടെ നിന്ന് പഠിച്ചൊന്ന് ടെമ്പേക്ക് ഒരു 10-30 പിള്ളേർ കേരളോത്സവത്തിന് സ്റ്റെമ്പ് കിട്ടിയത് ബേറ്റ് ഒക്കെ മണലൊക്കെ പിടിച്ച് ഞങ്ങൾ ഇത് അങ്ങോട്ട് പോയി. നമ്മ എന്താ പറയുക ഇവർ ഇത്രയും പേരുണ്ടല്ലോ. പിന്നെ ഒന്നാമത്തെ ആളെന്ന് പറയാൻ ഭയങ്കര ഒരു മാറ്റിന് അവിടുത്തെ വലിയ ഞങ്ങളുടെ മെയിൻ ആളാണ്. നമുക്കൊക്കെ ഒരു ഇൻസ്പയർ ആണെന്ന് പറയാം. തല്ലൊക്കെ കൊടുക്കണ നമ്മ 10-15 ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് ഇടിച്ചിട്ടാണ് ആളെ നമ്മൾക്ക് ഭയങ്കര ആരാധന. അപ്പൊ ആളാണ് നമ്മുടെ ഫ്രണ്ട് ഇത് ഒരു തേങ്ങില്ല നമ്മൾ ധൈര്യത്തിൽ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവിയേ പെട്ട അവസ്ഥ. ആ അറ്റത്തന്നെ ഒരു പാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് റോഡില്ല. ഇവിടെ നിന്ന് എങ്ങനെ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ പിള്ളേര് കട്ടത്തിക്ക എന്ത് ചെയ്യും? അവിടെ പോയോ മറ്റേ പറഞ്ഞിട്ട് ആള് മറ്റേ എന്താ പറയാ ഗുണ്ടായിട്ട് ജനിച്ചു ഓടാൻ പറ്റും അവസ്ഥയില് ഞങ്ങൾ അവിടെ ചെന്ന് എന്തായാലും പെട്ട് ഓടാൻ പറ്റുമോ ആരടാ മറ്റേ കുറിച്ചിട്ട് നമ്മ എന്തിന് എന്താ ചോദിച്ചാ പെങ്ങളെ ചോദിക്കാൻ ചെന്ന് ഞാനാണെന്ന് പറഞ്ഞാൽ നിക്കല്ല ഞങ്ങളുടെ മെയിനാളുടെ തലയിലേക്ക് എടുത്തിട്ട് ട്യൂബ് എടുത്ത് ഒറ്റപ്പെട്ടെ. ഹേയ് ആള് പിന്നെ കിട്ടിയാലും കൊടുക്കുന്ന ഒരു വ്യക്തിയാ. അങ്ങ പിന്നെ നോക്കി ആളടി തുടങ്ങി ബാക്കിയുള്ളവര് തുടങ്ങി ഓടിച്ചിട്ടടിച്ച് അവന്മാര് നോക്കി ഓടാൻ തുടങ്ങി. പിന്നെ നമുക്ക് ധൈര്യം അവരെ നാട്ടിൽ ചെന്നിട്ടുണ്ട് അവർ ഓടണം. അപ്പൊ നമ്മ അവരെ ഓടിച്ചിട്ടടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഉണ്ടാവുന്നുണ്ട് തല ആകെ തവിടോടി. അവൻ റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ പേരൊക്കെ അവന്റെ ഒരു മാമ ഈ മറ്റേ കേന്ദ്രത്തിലുണ്ട്. അവിടെ നിന്ന് തിരിച്ചൊരു വീട്ടിലിട്ടിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒളിവിൽ വന്നത്. അത് നേരെ സബ്ജയിലിൽ വിട്ടു. ഒളിവിൽ കിടന്ന മലക്കപ്പാറ നമ്മുടെ അതിരപ്പള്ളി വഴി ബൈക്കിനുണ്ടത് 2 വീലറിന്. അന്നത്തെ ആ സമയത്ത് പുല്ലിയും പണ്ടാറൊക്കെ ഇടുന്ന സമയം ബൈക്കിന് ഇതായിട്ട് മലക്കപ്പാറ പോയി. അവിടെ പോയിട്ട് നേരെ മലക്കപ്പാറ പോകണമെന്ന് പറഞ്ഞാൽ ചാലക്കുട്ടിന്ന് സാധനം എടുത്തിട്ട് പോകണം. നമ്മ അടിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ സദ്യയാണ് ഫുൾ ടൈം അടി. കള്ള് മാത്രമേ ഉള്ളൂ അന്ന് കള്ള് മാത്രമേ ഉള്ളൂ. വേറെ ദുശീലമൊന്നുമില്ല. വലിയ തന്നെ വേറെ എന്തെങ്കിലും ഇല്ല വേറെ വ്യത്യസ്തമായിട്ട് ഞാൻ ജയിലിൽ കയറിയിട്ട് വലിച്ചു വയ്ക്കുന്നുണ്ട്. ജയിലിന്റെ അകത്ത് കിട്ടിയിട്ട്. അല്ലാതെ പുറത്തുനിന്ന് നമുക്ക് അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. കമ്പനിയോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലില്ല. ഞങ്ങളുടെ കൂട്ടത്തിലില്ല. നമ്മുടെ ആ സിറ്റുവേഷനില് ആരില്ല, പരിചയത്തിലില്ല. അടിക്കുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം. നമ്മുടെ കൂട്ടുകാരന്മാർ പോലും ഇപ്പൊ നോക്കുമ്പോൾ ചിലപ്പോൾ 4 കൂട്ടുകാരുണ്ടെങ്കിൽ ചിലപ്പോൾ 2 പേര് അതിന്റെ അഡിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2 പേര് വലിക്കുന്നതായിരിക്കും. നമ്മുടെ അന്നത്തെ ആ ടൈമില് വെള്ളടി സിസ്റ്ററിൽ അതാർന്ന് മെയിൻ ആയിട്ട്. പിന്നെ ഈ കൂട്ടുകാരന്മാരൊക്കെ ഇടി ഉണ്ടാക്കുമ്പോ അതൊക്കെ കല്യാണത്തിലൊക്കെ ഇട്ടുണ്ടാക്കിയ കൈ കണക്കില്ല. അങ്ങനെ കിടന്ന് ലാസ്റ്റ് പോലീസുകാർ പറഞ്ഞ് പാർട്ടി ഓഫീസിനെ കുറിച്ച് പാർട്ടി ഓഫീസ് ആയിട്ടല്ല പറഞ്ഞ് എടാ 7 പേര് ഹാജരാണോ കൂട്ടുപ്രതികൾ എന്ന് പറഞ്ഞു. 7 പേര് കൂട്ടുപ്രതികളാണോ? അങ്ങനെ ഇപ്പം എൻ്റെ പേരൊന്നും ഇല്ല ലിസ്റ്റിൽ. അപ്പോൾ 25 പേരുണ്ടെങ്കിൽ 7 പേരും കൂട്ടുപ്രതികളായിട്ട്. അപ്പോൾ 7ാമത്തെ ഒരുത്തൻ 18 വയസ്സ് ചെയ്യാത്തൻ്റെ ഹാജരാവണമെന്ന് പോയി. ഞാൻ ഉമ്മാര് പോണ വിഷമത്തിൽ അടിച്ച് കിളി പോയിട്ടിരിക്കേ. മാളെ പോലീസ് സ്റ്റേഷൻ ഹാജരാകാൻ പോയിട്ട് ഇവരില്ലാന്ന് പറഞ്ഞാൽ ഞാൻ അതിനെന്താ ഞാൻ ഹാജരാവാം കൂട്ടുകാരന്മാർക്ക്. അപ്പം നമ്മ കൂട്ടുകാരന്മാർക്ക് ഉണ്ട്. അങ്ങനെ ഹാജരായി. ട്രാവലിന് അക്കത്തിനെ കൊണ്ട് സബ് ജയിലിൽ കയറ്റി. എന്നെ മാത്രം നടടിക്ക് ഇരുത്തി. നടടി കാലിനാണെന്ന് വെച്ച് ഇങ്ങനെ കാലൊക്കെ നിർത്തിയിട്ട് കല്ലടിയിരിക്കുന്ന മറ്റേ ലാത്തി വെച്ച് നിൻ്റെയൊക്കെ ഫസ്റ്റ് കേസ് അല്ലേ കയറിക്കോ തള്ളള്ളാന്ന് പറഞ്ഞ്. അങ്ങനെ 4 പേര് 4 സെറ്റ് ഇങ്ങനെ 7 പേരുണ്ട്. 2, 2, 3 അങ്ങനെ കയറി 4 സെറ്റ് 3 സെറ്റിലായിട്ട്. അങ്ങനെ ഒരു 14 ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ആ കേസ് അവസാനിച്ച്. അത് കഴിഞ്ഞിട്ട് 2015 ഡിസംബർ 6 എൻ്റെ കല്യാണം. 2015 അത് ബാബരി മസ്ജിദ് പൊളിഞ്ഞ ഒരു സമയമാണ് കരിദിനത്തിന്. അതെൻ്റെ ഒരു എക്സ് ലവറിനോടുള്ളൊരു റിവഞ്ച് പോലെ ചെയ്തതാണ്. ഡിസംബർ 6 ഡിസംബർ 22 അവളുടെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ ഒരു എക്സ് ലവറിൻ്റെ. വയനാടാണ് വീട്. അപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞ 2 പിള്ളേരൊക്കെ ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ പേരൊന്നും പറയേണ്ടത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവും. എൻ്റെ വൈഫിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടുപിട്ടുന്നത് കേരള മെട്രോണി വഴിയാണ്. കേരള മെട്രോണി രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂർ സർഫസ് ഗ്രൈൻഡിങ് ആയിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം ലവ് ഒക്കെ പൊട്ടി നിൽക്കുന്ന സമയത്ത് അത് ഫുള്ള് ടെറർ മൈൻഡായിരുന്നു. അടിച്ച് കർണാടകക്കാരായിട്ട് ഇടി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ആ കണ്ണി കണ്ടവരൊക്കെ പിടിച്ച് ഇടി കിട്ടാ മേടിക്കുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത് നാട്ടിൽ വന്ന് ഇവള് വേണ്ടെന്ന് പറയാൻ വിളിച്ചതാണ്. പക്ഷെ ഇവളാണെന്ന് പറയാണ്ട് IMO അന്ന് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ നമ്പർ സേവ് ചെയ്തേ. ഞാൻ IMO എനിക്കൊരു പോപ്പ് വന്നേക്കണ്. ഇവള് വാട്സപ്പിൽ വേറെ ആളുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ IMO സെയിം DP ചെയ്ത് മാട്രിമോണി രജിസ്റ്റർ ഉള്ള ആ ഡീപ്പ് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ആളെ പൊക്കി
അന്ന് മുതൽ വിളിയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടതിന് ശേഷം ഉറപ്പിക്കാമെന്നാണ്. അങ്ങനെ നേരിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് കണ്ടു. അതിനുശേഷം വീട്ടുകാരായിട്ടുള്ള വീട്ടിൽ പോയി കണ്ടു. അങ്ങനെ 2015 ഡിസംബർ ആണ് കല്യാണം. ഇപ്പൊ ഈ ഗെയിം കളിക്കുമ്പോഴത്തേനും കൂടുതലായിട്ടും തെറി പറയുന്നുണ്ട്. ഇപ്പൊ തൊപ്പി പറയുന്നുണ്ട്, സായിപ്പ് പറയുന്നുണ്ട്, ഇവരൊക്കെ ലൈവിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് തെറി പറയുന്നുണ്ട്. ഇങ്ങനെ തെറി പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷൻ. ഇപ്പൊ മാമൻ പറഞ്ഞു ഞാൻ തെറി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ പുറത്തിരുന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു വേറെ രീതിയിൽ അല്ലെങ്കിൽ പിള്ളേരത് കണ്ടുപിടിച്ചാലോ എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ട് മാമൻ അത് പറയുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ തെറി പറയുമ്പോഴത്തേനും മാമൻ എങ്ങനെയൊരു ഫീൽ എങ്ങനെയാണ്? എനിക്ക് അവരോടൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരത് എന്താ പറയാ, അതുവരെ സായിപ്പൊക്കെ എൻ്റെ ഒപ്പം കളിച്ചിട്ടുള്ളതാണ്, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, സായിപ്പിൻ്റെ ലോബി വന്നിട്ടാണ്. അതായത് ആൾക്കാർക്ക് അത് മതി. പിള്ളേർക്ക് ഇപ്പൊ തെറി പറഞ്ഞ സ്വന്തം തന്തയ്ക്ക് നല്ലക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാൻ കുറച്ച് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അപ്പൊ അവരത് ചെയ്യുന്നു. അതായത് എനിക്കിപ്പോ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വേണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ എന്ന് വെച്ചിട്ട് അവര് കണ്ടിന്യൂ ചെയ്യുന്നു. തൊപ്പി ഞാൻ പറയട്ടെ, തൊപ്പിക്ക് 100 കാച്ചിങ്ങളുള്ള സമയത്ത് തൊപ്പിയൊക്കെ എൻ്റെ ഒപ്പം കളിച്ചിരുന്നാണ്. തൊപ്പി തെറിയും പറയില്ല, ഇതേവര് കോപ്രായൊന്നും ഉണ്ടാകുന്നില്ല. മീൻസ് അവനത് അവന്റെ ശൈലിയാക്കി, അപ്പൊ ആ വ്യൂസ് കയറി. തൊപ്പി ആ സമയത്ത് തൊപ്പി എങ്ങനെയായിരുന്നു മാമന്റെ കൂടെ കളിച്ചോണ്ടിരുന്നപ്പോ? ഇത് ഒരു ചൂടൻ തന്നെയാണ്. പക്ഷെ മീൻസ് ആശാൻ എന്താ പറയാ കളിയാക്കിയിട്ട് ചീത്ത പറഞ്ഞിട്ടോ ഇങ്ങനെ വ്യൂസിന്റെ അടുത്തൊന്നും ഇങ്ങനെ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ഞാൻ കണ്ടിട്ടില്ല. അവൻ ഫേസ് ക്യാം ലൈവ് പറഞ്ഞില്ല ആ സമയത്ത്. തൊപ്പിയ മറ്റേ ഇത് പൊട്ടിക്കല്ലേ, കീബോർഡ് പൊട്ടിക്കങ്ങനെ കുറച്ചു നാൾ മുന്നേ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടാകുന്നതാണ്. കളിച്ചിട്ടുള്ളതാണ്. എൻ്റെ പഴയ ചാനലിൽ ലൈവ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് കാണാൻ പറ്റും. തൊപ്പിയൊക്കെ കൂടെ കളിക്കുന്ന സമയത്തല്ല. സായിപ്പായിട്ട് കളിച്ചതുണ്ട്. സായിപ്പൊക്കെ ആയിട്ട് കളിച്ചത് ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഏതോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ പണ്ട്. അപ്പോഴൊന്നും ഇവര് ആ സമയത്തൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പ്രശ്നമൊന്നുമല്ല, തെറി പറഞ്ഞിട്ടുള്ളതല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണെങ്കിൽ ആ ട്രെൻഡിന്റെ ഒപ്പം അവര് പോണ്. അതാണ്. മാമൻ അങ്ങനെ ട്രെൻഡിലേക്ക് മാറണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആ ട്രെൻഡ് വേണ്ട. വ്യൂവേഴ്സിനെ കൂട്ടാനായിട്ട് എനിക്ക് അങ്ങനത്തെ ട്രെൻഡ് വേണ്ട. എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളടക്കം ഉണ്ട്. അതായത് ഫാമിലി ആയിട്ടിരുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ ദിവസം എനിക്ക് ഇതില് എന്താ നോട്ടോ ആലൻ വർഗീസ് പറഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് 600 രൂപ GPay സപ്പോർട്ട് ചെയ്തു. അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മച്ചി, അതായത് അമ്മയുടെ അമ്മച്ചി ലൈവ് കണ്ടിട്ട് ആള് പറഞ്ഞിട്ട് ചെയ്തു തരണത്. മനസ്സിലായ? എന്താ പറയാ, ഇങ്ങനെ സ്പാം ചെയ്തോണ്ടിരിക്കും വെറുതെ നമ്മുടെ വീട്ടുകാരൊക്കെ വിളിക്കുക. അങ്ങനൊക്കെ വന്നപ്പോ പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. എന്നാലും പരമാവധി ഞാൻ പിടിച്ചിരിക്കും. നമ്മ നല്ല സഭ്യമായിട്ട് പച്ചത്തറിയല്ല, ഞാൻ കൊടുങ്ങല്ലൂരാണ്, എനിക്ക് നല്ല പച്ചത്തറി പറയാനറിയാം. മറ്റൊരു ടൊവിനെ പറയണ മലയാളിയാണ്, മുണ്ട് കുത്താനറിയാം, പച്ചത്തറി പറയാനറിയാന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മത് ചെയ്തിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ നമ്മുടെ മലയാളം നല്ല ആംഗലേയ ഭാഷയിൽ തന്നെ പറയാം. അങ്ങനെ പറയില്ലേ, ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ, അല്ല തെറിയായിട്ട് പറഞ്ഞിട്ടില്ല. വേറൊരു കേസുണ്ട് ആരിഷി, അത് പറയണം. അതൊരു കേസുണ്ട്. എന്റെ മോൾക്ക് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ആരിഷേ അത് ഡോർ തുറന്ന് മോളുടെ കാലില്ലേ ഇതുണ്ട്, ഇത് എന്റെ ജിക്സാന്ന വണ്ടി മറ്റേ ടയറിന്റെ ഇടയിലേക്ക് പെട്ട്. ടയറിന്റെ ഇടയിലേക്കല്ല, ടയർ റേഡിയലിന്റെ അവിടെ റേഡിയൽ സൈഡിൽ ഒരു അരി ഉണ്ടാവില്ലേ, കാലിന്റെ ഇടയിൽ ഇതിങ്ങനെ ഉറഞ്ഞൊറിഞ്ഞിതായിട്ട് ഉള്ള കുതിഞ്ഞരമ്പിന് സ്ക്രാച്ച് ആയി. അങ്ങനെ ജൂബില്ലായിരുന്നു. ജോബില് ഇവള് വേദന നിന്ന് സഹിച്ച് കിടക്കുന്ന. എൻ്റെ കയ്യിൽ 10 വയസ്സിലാണ് ഇതുണ്ട്, ജോബുണ്ട്, യൂട്യൂബിൽ വർക്ക് പറ്റ പഴയ ചാർജറാണ്. അങ്ങനെ നമ്മുടെ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലെ പിള്ളേരും എൻ്റെ നാട്ടിലെ പിണ്ടാണിലെ സുഹൃത്തുക്കളും അതെ. പിന്നെ ഇവിടെ സ്കൂളിൽ നിന്നും പിന്നെ നമ്മുടെ ഇവിടെ റെഡ് ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് ഇവിടെ മണ്ണമ്പേട്ട. അതന്നെ, അവിടുത്തെ ഉള്ള ആൾക്കാരെ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അതിൽ ഗെയിമിങ് കമ്മ്യൂണിറ്റി എന്ന് എനിക്ക് പറയാന്ന് വെച്ചാൽ ഈഗിള് ഗെയിമിങ്, അതേപോലെ ബ്ലൈൻഡ് ജോക്കർ, സൈക്കോ, അതേമാതിരി നമ്മുടെ എന്നിട്ട് പറയാം കാസ്ട്രോ, പിന്നെ നമ്മുടെ ഒരുപാട്, അതായത് പിന്നെ പേരുകൾ കുറേ പേരെ മറന്നതുണ്ട്. ഒരുപാട് പേര് ലിസ്റ്റ് ഉണ്ടാകുന്നത്. അവരൊക്കെ നമ്മളെ അന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുന്നത്. ഇതിലാണ് മാമന് ഏതെങ്കിലും ഒരു സന്ദർഭത്തില് ഒന്ന് താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് ഇവരെല്ലാവരും കൂടെ ഓടിയെത്തൂല്ലേ? എനിക്ക് സത്യം പറയാ, ഈ ഗെയിമിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്നെ ഈഗിള് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തത്. ഈഗിൾ എന്നിട്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത്
ഇത് പുറത്ത് പറഞ്ഞാലും എങ്ങനെയെന്ന് എനിക്കറിയില്ല അവരെങ്ങനെ. അപ്പോൾ ഓരോരുത്തർ തന്നത് പറയാൻ നിൽക്കണമെന്ന് വേണ്ടെന്ന് വെച്ചിട്ട്. പക്ഷേ ഈകൾ തന്നെ അതേ തൊപ്പി ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. പക്ഷെ അവൻ അന്ന് ആ സമയത്ത് സിറ്റുവേഷനിൽ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അവള് കാല് കാല് കുതിഞ്ഞരമ്പ് സ്ക്രാച്ച് ആയിട്ട് 2 സർജറി കഴിഞ്ഞിരുന്നു. ഇപ്പൊ ഈ ഗെയിമിങ്ങിന്റെ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാ വരുന്നത്? ഗെയിമിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഇതാണ് ഗെയിമിങ് പെർപ്പസ് വരുന്ന സാധനം. ഇതും ഐപാഡും പ്ലസ് ഇതുമാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയൊക്കെ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്ട്രീമിങ്ങിന് നമ്മുടെ ഇപ്പൊ കീബോർഡ് ഉണ്ട്. ഇത് നമ്മൾ സെബ്രോണിക്സിന്റെ യൂസ് ചെയ്യുന്നുണ്ട്. മൗസ് ഉണ്ട്. ലെനോടെ ഇത് എനിക്ക് സിറാജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. അവനിപ്പോൾ വയ്യാണ്ടിരിക്കണാണ്. അവനൊരു ഡിസ്കൊക്കെ ഇതായിട്ട് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ മേടിച്ചത് ഇത് ലെനോടെ ക്യാമറ. അതേ ഇത് വെള്ളം കുടിച്ചു. പിന്നെ ലാപ്ടോപ്പ് ഉണ്ട് നമ്മുടെ വിക്ടസിന്റെ. പിന്നെ ഇത് നമ്മ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചാണ് എൽഗാറ്റോ. ഇത് ഡിസ്പ്ലേ ക്യാപ്ചർ ആണ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ പിള്ളേർ ഇത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണതിന്റെ പേരിൽ നമുക്ക് ഒരു ദിവസം സർപ്രൈസ് പോലെ വന്നിട്ട് ഇൻവെർട്ടർ വെച്ച് തന്നു. നമ്മുടെ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ല 150 ഇതിലുള്ള ഫോട്ടോസിലുള്ള കുറച്ച് പേര് കൂടിയിട്ട് നമുക്ക് ഇതില് നമ്മുടെ സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കുറച്ച് പേര് അങ്ങോട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് എല്ലാവരും കൂടി. ഇതിൽ കുറച്ച് പേര്, അതായത് എല്ലാവരും നമ്മുടെ സപ്പോർട്ടേഴ്സാണ്. ഇതിൽ കുറച്ച് പേര് കൂടിയിട്ടാണ് നമുക്ക് മറ്റേ ബിപിൻ ദേവ്, ടോർക്ക്, ഗ്യാരി, നിഖില്, അതേപോലെ ഹോളി, അതേപോലെ നമ്മുടെ എമില്, അങ്ങനെ കുറേ പേര്, നമ്മുടെ എക്കോ, ലീ, നമ്മുടെ OSDF-ന്റെ പിള്ളേരുകൾ നമുക്ക് എൻ്റെ മറ്റേ പുതിയ ചാനൽ പഴയ ചാനൽ പോയപ്പോൾ OSDF-ന്റെ പിള്ളേരെ നമുക്ക് FB-ലൊക്കെ സപ്പോർട്ട് ചെയ്യും. ഗ്ലോബലിലെ പബ്ജിയിലെ പ്ലാനാണ്. ഏറ്റവും വലിയ ചലഞ്ച് എത്ര രൂപ വരെ കിട്ടിയിരുന്നു? എത്ര രൂപ? എനിക്ക് ഏറ്റവും വലിയ ചലഞ്ചാണ് ഇതായിരിക്കണ AC 30,000 രൂപ. ഇപ്പൊ ഏറ്റവും വലിയ ചലഞ്ച് കിട്ടിയേക്കണം 30,000 രൂപയുടെ ചലഞ്ചാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ ചലഞ്ചുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു? അത് കഴിഞ്ഞിട്ട് നമ്മ ചലഞ്ചുകള് പെർക്കില്ലിന്റെ ചലഞ്ച് തരാറുണ്ട്. അങ്ങനെ ഒരുപാട് ചലഞ്ചുകൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഒരു ചലഞ്ച് റണ്ണിങ് വേണ്ടിയിരിക്കുന്നുണ്ട്. അത് പക്ഷെ എനിക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതായത് ഒരു കളിയിൽ ടീം കില്ല് 50, ഞാൻ 15 അടിക്കണം. കേരള മാഡ് എന്ന് പറഞ്ഞിട്ട്, മാഡ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട്, അവൻ കൊല്ലത്താരനാണ്. നമുക്ക് 2-3 അത് കുറെ ചലഞ്ചൊക്കെ നമ്മ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ ചലഞ്ച് അത് എനിക്ക് EMI അടയ്ക്കാനുള്ള മന്ത്ലി EMI ഒരു 15 എണ്ണം വരെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ EMI 15,000 എനിക്ക് EMI വരുന്നത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. പക്ഷെ അത് എനിക്ക് അങ്ങോട്ട് എത്താനുള്ള എന്ത് ചെയ്തിട്ടു. അത് കിട്ടാറുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ എൻ്റെ EMI അടഞ്ഞു പോകും. ഇപ്പൊ ഈ കുറെ പുതിയ പിള്ളേര് ഈ ഗെയിമിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അവര് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരുപാട് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് അവര് ഗെയിം കളിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പിള്ളേരോട് എന്താ പറയാനുള്ളത്? ഗെയിം കളിച്ചോ, ഒരുപാട് പൈസ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആയില്ലെന്ന് വരും. കാരണം ചിലപ്പോൾ സക്സസ് ആവാം. യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതായിട്ട് ഞാൻ കേട്ടില്ല. കാരണം ലൈവ് സ്ട്രീമേഴ്സിന് കണ്ടന്റ് ഇട്ട് അതിനുവേണ്ടി കുറെ പ്രയത്നിച്ച് കുറെ പേര് നിർത്തിപ്പോയവരുണ്ട്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോബിന്റെ ഇടയിലാണ് ഈ സാധനം ഇത്രം വരെ കൊണ്ടുവന്നത്. ജോബിന്റെ ഇടയിൽ ഇപ്പൊ 4-5 മാസമായിട്ടുള്ള ജോബ് നിർത്തിയിട്ടുള്ളൂ. എനിക്ക് എന്നാൽ പോലും ഇതിൽ നിന്ന് അത്ര വലിയ ഇതില്ല. എൻ്റെ വൈഫ് ജോലിക്ക് പോകുന്നതിൻ്റെ പേരിൽ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇതാണ് ഹാപ്പി, നിങ്ങൾക്ക് ഇതിന് ഹാപ്പി എന്ന് വെച്ചാൽ ഇത് ചെയ്തോ, അതിൽ നിന്ന് എന്ത് കിട്ടുന്ന വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങൾക്കോ അപ്പോൾ ഇങ്ങനെ ചലഞ്ചൊക്കെ കിട്ടിയപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സൈഡായിട്ട് ഞാനും പോവാം. അവൾ പോകാൻ ഓൾറെഡി അവൾ BCom ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ്, അവൾ അക്കൗണ്ടിങ് പഠിച്ചാണ്. അപ്പോൾ അവൾക്ക് അത് താല്പര്യമാണ്. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പിടിച്ച് കെട്ടിയിടാൻ നിർത്തിയതല്ല, രണ്ടുപേരും പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോയിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ ഈ പൊതുവെ ആൾക്കാർ പറയാണ്ടാവും ഗെയിം കളിച്ച് സമയം കളയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം വരുന്നുണ്ട്. അത് ഇത് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗെയിം കളിച്ച് സമയം കളയുന്നു എന്ന് പറയണേല് ഞാൻ പറയുന്നത് ഗെയിം കളിച്ച് സമ്പാദിക്കണ എത്ര യൂട്യൂബേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. കാസ്ട്രോ BMW ഇപ്പൊ ഏതാണ് BMW ആണോ മുന്നേ BMW എടുത്തത് അല്ലേ? ഇപ്പൊ ഉള്ളത് ആദ്യം ബെൻസ് BMW ഇലക്ട്രിക് എടുത്തത്. ആ വീട് അവൻ ഗെയിം കളിച്ചിട്ട് മാത്രമാണ്. ഈഗിളിന്റെ കടബാധ്യതകളൊക്കെ തീർത്ത് സ്വന്തമായിട്ട് അടിപൊളി സെറ്റപ്പ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഈഗിളായിരിക്കുള്ളൂ അല്ലേ? ഈഗിളാണ്. എന്നെ അതായത് തൊപ്പി
പിന്നെ ആ ഒരു സ്ട്രാറ്റജി മാറ്റി പിടിച്ച് കയറി വന്നാണ് അവൻ. എന്താ പറയാ, ആ ഒരു ഇതിൽ അപ്പൊ ആൾക്കാർക്ക് അത് ഒരു എന്താ പറയാ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തിരിക്കണത് മറ്റുള്ളവർക്കാണ് നല്ല രസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഞാനൊക്കെ അവനെ ഞാൻ ചീത്ത ഇവനെന്ത് ഭ്രാന്താന്ന് പറഞ്ഞ ഞാനാലോചിച്ചു. പിന്നീടാണ് അതിൽ മനസ്സിലായത് ഇതൊരു ഇതാണ് 100K കഴിഞ്ഞിട്ട് അനങ്ങാണ്ട് നടന്ന ചാല ഏറ്റടിക്കുമ്പോ 1 million പറയും. ഇപ്പൊ മാമന്റെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ. ഫാമിലി എന്ന് പറഞ്ഞ വൈഫ് നല്ലൊരു ചിത്രകാരി എന്നാണ് മാമൻ പറയുന്നത്. ഇത് എത്ര നാളായി ചിത്രം വരെയൊക്കെ തുടങ്ങിയിട്ട്? അങ്ങനെയൊന്നുമില്ല, ഒരു രസത്തിനടുത്ത്. പണ്ട് വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു, പഠിച്ചിട്ടൊന്നുമില്ല. അല്ല, മാമൻ പറഞ്ഞു ഇപ്പൊ ചെറുതായിട്ട് ചിത്രം വര വീണ്ടും കൂടുതലാക്കി അപ്പോഴേക്കും ഇപ്പൊ വർക്കിന് കയറി, അപ്പൊ നിർത്തി. ഇപ്പൊ വരയ്ക്കാറില്ല. ഇപ്പൊ വരയ്ക്കല് കുറവാണ്. അവള് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി സ്ഥലത്ത് തന്നെ ജോലിക്ക് വരുന്നപ്പോ ഇവള് വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പൊ നമ്മുടെ സപ്പോർട്ടേഴ്സ് ഓരോരുത്തരെ വരച്ചിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ്, അതേപോലെ നമ്മുടെ മാനുബ്രോ, അങ്ങനെ കുറെ പേരെ വരച്ചത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവന്റെ വേറെ നമ്മുടെ ഉണ്ട്, നമ്മുടെ എക്കോന്റെ വരച്ചിട്ടുണ്ട്. എക്കോന്റെ പെണ്ണിനെ അതായത് നമ്മളെ ലൈവില് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്താണ്. അത് കൊടുത്തിട്ടില്ല, അവൻ വരും എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ എക്കോ അവന്റെ മിഞ്ഞാന്നല്ലേ പ്രസവിച്ചത്. അവന്റെ പെണ്ണ് പ്രസവിച്ച് ആൺകുട്ടിയാണ് മിഞ്ഞാന്ന്. എക്കോയും എക്കോന്റെ വൈഫാണ് ഇതുള്ളത്. നമ്മളെ നല്ല സപ്പോർട്ടേഴ്സിലുള്ള എല്ലാവരുടെ ഫോട്ടോസ് ഇപ്പൊ നമ്മൾ ഇതിൽ കണ്ടിരുന്നില്ലേ സ്ക്രീനിൽ. അപ്പൊ അവളിങ്ങനെ ഓരോരുത്തരെ മൈൻഡിൽ വരുമ്പോ അങ്ങനെ വരയ്ക്കും. ടോർക്കിന്റെ വരച്ചല്ലടി അടുത്ത്, അതെ ടോർക്കിന്റെ വരച്ചുണ്ട്. അപ്പൊ അങ്ങനെ ഓരോരുത്തരെ അവള് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ, അതായത് ഗെയിമില് നമ്മളെ സപ്പോർട്ട് ചെയ്യണവരെ അവൾക്ക് മൈൻഡിൽ തോന്നുമ്പോ അവള് വരച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ, അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അങ്ങനെയുണ്ട്. കൂടുതലും ഈ ഗെയിമിലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് വരയ്ക്കുന്നത്. അല്ലാണ്ട് ഇതൊക്കെ ഇതാരടി ഇത് കൊടുത്തു. ഇവളുടെ അങ്കലവാടി ടീച്ചർ വരച്ചു കൊടുത്തിട്ടുണ്ടാന്ന്. അത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവള്. ഇവളുടെ 2 ടീച്ചർമാരെ വരച്ച് സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവളുടെ കാലിന്റെ ഇത് വന്നപ്പോ മാതാ സ്കൂളിൽ നിന്ന് തന്നെ കുറച്ച് ഫണ്ടൊക്കെ അവര് സെറ്റ് ചെയ്ത് തന്നിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗെയിമേഴ്സിൽ നിന്ന്, നമ്മുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി യൂട്യൂബിൽ നിന്നും, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പിണ്ടാണി എന്നുള്ള എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര്, പിന്നെ പുത്തഞ്ചിറ പിണ്ടാളി ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തുള്ള സുഹൃത്തുക്കൾ, പിന്നെ എൻ്റെ ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്നപ്പോൾ മണ്ണമ്പേട്ട നമ്മുടെ റെഡ് ബേക്കറി, പിന്നെ അവിടെ ആ ഭാഗത്ത് വെച്ചിരുന്ന കുറച്ച് ആൾക്കാരും കൂടി നമ്മളെ സഹായിച്ചിരുന്നു. അങ്ങനെ ഉള്ള 2 സർജറിയും കഴിഞ്ഞ് ഇവളിപ്പോൾ ഈ ഒരു ഇതിൽ നിന്നത്. ഇവളിങ്ങനെ നടന്നിരുന്ന ഇങ്ങനെയാണ് നടന്നിരുന്നത്. നടക്കൂലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. കാരണം നമ്മുടെ കുതിഞ്ഞരമ്പിനുള്ള സ്ക്രാച്ച് പറ്റും. 2 സർജറി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ചെയ്ത്. ഇവളുടെ അടുത്ത് ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് ആ ഗെയിമൊക്കെ ഓൺ ചെയ്തിരുന്നപ്പോൾ ആ ഗെയിമിൽ വന്നവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലോബിയിൽ വരുമ്പോൾ അങ്ങനെ പ്രതാപ്ജിറ്റൊക്കെ അങ്ങനെ ഒരുപാട് ഇത് അത് എന്താ പറയാ, ഈ ഗെയിമിലുണ്ടായ കുറെ സപ്പോർട്ടുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ അൽഫോൺഡി ജോക്കർ, അങ്ങനെ കുറെ പേര്. പിന്നെ നമ്മുടെ മറ്റേ പേരുകൾ കുറെ പേരും വിട്ടുപോയിട്ടുണ്ട് ഗൈസ്. ആ പേരുകളൊക്കെ മറന്നവർ എന്നോട് ക്ഷമിക്കുക. മറവി എന്തുണ്ട് നമ്മുടെ, പിന്നെ പാണ്ട, ഡാർക്ക് പാണ്ട, പിന്നെ നമ്മുടെ നല്ല ഫസ്റ്റ് അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. എല്ലാരും ഇപ്പൊ കുറെ പേര് നമ്മുടെ അടുത്ത് ഇപ്പൊ കാണാറില്ല. എല്ലാവരും തിരക്കിപ്പോ ഇപ്പൊ പേരുകളും മറന്നുപോയി. കാരണം എനിക്ക് മറവിയുടെ അസുഖമുള്ളതുകൊണ്ട്, അല്ലാതെ ഇതല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട്, ഫാമിലി അടിപൊളിയായിട്ട്. ചേച്ചി ഇനിയും വരയ്ക്കണം, നല്ല രീതിയിൽ വരച്ച് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഹലോ. ആ കൈയോട്